ഹലോ, അപ്പോൾ ഇന്നത്തേത് എൻ്റെ മോർണിംഗ് റൊട്ടീൻ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ വീഡിയോയൊക്കെ എടുത്തതിന് ശേഷമാണ്, ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അതേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ ലേറ്റായാണ് എഴുന്നേറ്റത്. സ്ലോലി കാര്യങ്ങൾ ചെയ്താൽ മതിയാവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ പോയിട്ടുള്ളൂ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ചെറിയ ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് ആദ്യ ദിവസം ആയതുകൊണ്ട് കുറച്ച് ലേറ്റായാണ് എഴുന്നേറ്റത്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇതെനിക്ക് ചെറുതിലേ മുതലുള്ളൊരു ശീലമാണ്. പ്രയറൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ബ്രഷ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകണം. ഇന്നൊരു അവധി ദിവസമാണ്, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോലി കാര്യങ്ങൾ പോയാൽ മതി. അല്ലാതെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു, ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഇനി എനിക്ക് ബൈബിൾ വായിക്കണം. ഞാൻ നിർത്തി. എനിക്കങ്ങനെ ഒരുപാട് നേരമൊന്നും ഞാൻ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ മടിച്ചാണ്, നല്ല മടിച്ചാണ്. പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ, അപ്പൊ ഒരുപാട് നേരമൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അതൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. പിന്നെ എനിക്ക് മടി തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തും. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഹായ് ഹലോ. അപ്പൊ ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോവാണ്. ഒരു കട്ടൻ ചായ ഇടണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങോട്ട് പോവാം. ഞാൻ റൂമിൽ പോയി നോക്കിയപ്പോൾ കുഞ്ഞണ്ണന്മാർ 2 പേരും ഭയങ്കര കളി. അപ്പോൾ പിന്നെ ഞാനോട്ടൻ എഴുന്നേറ്റെന്ന് മനസ്സിലായി. ഞാനോട്ടൻ എഴുന്നേറ്റാലും ഞാനിപ്പോൾ അപ്പുറത്ത് റൂമിലോ കിച്ചണിലോ ആണെങ്കിൽ അച്ചക്കുട്ടൻ അത്യാവശ്യം ഡീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഞാനോട്ടനുള്ള സെർലാക്കാണ്. അപ്പോൾ അത് കലക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അവനിപ്പം സെർലാക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇത് കഴിക്കും. ലൂസായിട്ടാണ് കലക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയൊരു കട്ടൻ ചായ ആവാം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടയാണ് ഈ വേകുന്നത്. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം ശരി, മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് നേരം ഭയങ്കര ഇതൊന്ന് വഴന്ന് വരാനായിട്ട് ഭയങ്കര മെനക്കേടാണല്ലോ. കുറേ സമയം വേണമല്ലോ ഇങ്ങനെ വഴറ്റി നിൽക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാൻ കഴിക്കാൻ പോവാണ്. ആച്ചക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, അവൻ അപ്പുറത്തിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി ലവറൊന്നും അല്ല, എന്നാലും ഇന്നങ്ങ് ഉണ്ടാക്കി. അപ്പോൾ കഴിക്കാൻ പോണിട്ടാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. സാധാരണ മോർണിംഗ് റൊട്ടീൻ വരുമ്പോഴത്തേക്ക് മുൻപൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സാധകം മസ്റ്റാണ്, പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ബിസി ആയിപ്പോയി, കുട്ടികളുടെ കാര്യം നോക്കണം. അപ്പം സാധകം ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. പകരം ഞാൻ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ സാധകം ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുൻപ് സാധകം ചെയ്യാറുണ്ട്, പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാറുണ്ട്, പ്രോഗ്രാംസിന് പോകുന്നതിന് മുമ്പ്, റെക്കോർഡിങ്സിനൊക്കെ മുമ്പ് പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ അത് പറ്റാറില്ല.
അത് മാത്രമല്ല ഈ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറൊന്നുമില്ല. എൻ്റെ ചേട്ടൻ ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാനിത് നോക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറൊന്നുമില്ല. എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോഴേക്കാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം എടുക്കാറില്ല. ഞാൻ പൊതുവേ കുറച്ച് മടിച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇത് കണ്ടോ, എൻ്റെ ഹെയർ ഓയിലി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഓയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇന്നൊന്ന് വാഷ് ചെയ്യണം. എഗ് വൈറ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇനിയുള്ള മ്യൂസിക് വീഡിയോസും നമ്മുടെ വ്ളോഗ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. Thank you. Love you all.